ചങ്കള എന്താ പാട് സുഖല്ലേ? പിന്നെ ചിരങ്ങ ഞങ്ങൾ നട്ടിരുന്നു. ഫസ്റ്റ് നട്ടപ്പോൾ അത് ഫുള്ളാണ് പോയി. എന്തേ പറ്റിയെന്ന് അറിയില്ല. രണ്ടാമത് നട്ടുക്കുന്നത് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ചിരങ്ങ ശരിക്കും ഈ ടൈം ആകുമ്പോൾ കായൊക്കെ ഉണ്ടാക്കിയിട്ട് കജ്ജന്റെ ടൈമാണ്. 4-5 തടാണ് നട്ടിട്ടുള്ളത്. ചിരങ്ങ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ ചിരങ്ങന്റെ നിങ്ങളെ ഈ കാലം ചിരങ്ങ കൂടുതൽ മൂക്കാനയക്കൂല. പെട്ടെന്ന് അടുത്ത് കറി വെക്കും. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, അതിലേറെ ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ഇല്ല. വലിയ കുഴപ്പമില്ല, തറക്കടിലായി ചെങ്ങാടെ വീഡിയോ ഉസാറാണ് വെച്ചെങ്കിൽ എൻ്റെ പിന്നാലാണ് കൂടിയുണ്ടല്ലോ അടിപൊളി വീഡിയോ മരുഭൂമിയിലൊക്കെ ഇങ്ങനെ കാണിച്ചു തരും. കുക്കിംഗ് വീഡിയോ എല്ലാ വീഡിയോ ഉണ്ടാവും. എന്തായാലും കൂടിയ വെറുതെ പോല കണ്ടോ. ചിരങ്ങ നല്ല വീതിയിലല്ലേ കേട്ടോ. എന്തോ കാണി, ഇത് വേറെ സ്ഥലത്ത് കുഴിച്ചിട്ടാണ്. അത് അവിടുന്ന് ഇവിടേക്ക് കൊടുന്നിട്ടാണ്. ഇത് പേരൊക്കെ ചിരങ്ങയാണെന്നുള്ളത് അറിയില്ല. ഇതിൽ പുള്ളിച്ചിരങ്ങ ഉണ്ട്, വെള്ളച്ചിരങ്ങ ഉണ്ട്, ലാക്കിൻ്റെ നീളമുള്ള ചിരങ്ങ ഉണ്ട്. ഓരോ ചിരങ്ങ ഓരോ ഉരലിൻ്റെ വലിപ്പമുണ്ട്. ഇതൊക്കെ ഉഷാറായി വരാണ്ട്. ഇവിടെ ചിരങ്ങയുടെ തണ്ടുണ്ട്. നാളെ എല്ലാ കൊല്ലം മുളകും തജ്ജ് പാകുന്നുണ്ട്. ഇപ്രാവശ്യം മുളകും തജ്ജും പാകിക്കണം. അതൊന്ന് കാണിച്ചു തരാം. വലിയ ഉഷാറായിട്ടില്ല. ഒരു ചിരങ്ങടത് സൂര്യപ്രകാശം കിട്ടാൻ എന്താണെന്ന് അറിയില്ല, രണ്ടിലും കെട്ട് കിടക്കുകയാണ്. ഇത് കുറച്ച് മുളകും തജ്ജ് പാകിയതാണ്. മുളകും തജ്ജ് ശരിക്കും ഉണ്ടാകാൻ ചൂറിനുണ്ടാകാം. എന്തായാലും ഇപ്പോൾ പറിച്ചു വെക്കൂല, കുറച്ച് കഴിഞ്ഞിട്ടേ പറിച്ചു വെക്കുള്ളൂ. ഒരു 10-50 തജ്ജ് ഉണ്ടാവും എന്ന് വിചാരിക്കണം. കുറേ പാകിയിരുന്നു, ഒക്കെ പോയി. ഇന്നിക്കൊന്നിലാടെ വെള്ളം നനച്ചു കൊടുത്താൽ നല്ല ഉഷാറായിട്ട് വരും.